ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 2022 മോഡൽ ഷെവർലെറ്റിൻ്റെ തന്നെ സിൽവറാഡോ എന്ന് പറയുന്ന ഒരു പിക്കപ്പ് ട്രക്കാണ്. പിക്കപ്പ് ട്രക്കുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കൻ കൺട്രികളും അതുപോലെ തന്നെ GCC കൺട്രീസിലുമാണ് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. മോർ ദാൻ യൂട്ടിലിറ്റി ഒരു ലൈഫ് സ്റ്റൈൽ വാഹനമായിട്ടൊക്കെയാണ് പിക്കപ്പ് ട്രക്കുകളെ അവിടെയൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഈ ഒരു വാഹനം എറണാകുളം ജില്ലയിലെ കൂത്താക്കുളത്തോട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദുബായിലെ തന്നെ ഹോട്ടൽ സപ്ലൈസും അതുപോലെ തന്നെ ഹോട്ടൽ പ്രൊജക്ട്സും ചെയ്യുന്ന ലീഡിംഗ് കമ്പനിയായ ഇൻഫിനിറ്റി ഗ്രൂപ്പ് ദുബായ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഇന്ന് വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന സിൽവറാഡോ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ മെയിൻ എതിരാളികൾ എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയത് ഒന്ന് ഡോഡ്ജ് റാം, അതുപോലെ തന്നെ ഫോർഡ് റാപ്റ്റർ, പിന്നെ ടൊയോട്ടയുടെ ടുണ്ട എന്ന് പറയുന്ന മോഡലാണ്. ഇപ്പോൾ ഇത് കാർനെറ്റ് വഴി നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഈ ഒരു മോഡലിനെ പറ്റി പറയുമ്പോൾ ഇതിന് 7 വേരിയൻസ് ആണ് അവൈലബിൾ. അതുപോലെ തന്നെ 3 എൻജിൻ ഓപ്ഷൻസിലും ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് നിന്നുള്ളൊരു ഡിസൈൻ നോക്കുമ്പോൾ വളരെ ബോക്സി ഫിനിഷിങ്ങിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ഗ്രില്ലിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നമുക്ക് ഷെവർലെറ്റിൻ്റെ ഒരു ലേബലിംഗ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഈ സൈഡിലായിട്ട് ഒരു ചെറിയ ഷെവർലെറ്റിൻ്റെ ലോഗോ കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ഒരു ഡബിൾ ബാരൽ ഹെഡ് ലാമ്പ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ 2 സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ടാണ് ഈ ഒരു മോഡലിൽ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ടേൺ ഇൻഡിക്കേഷൻ ഉള്ള ലൈറ്റിൻ്റെ കൂടി ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നു എന്ന് പറയാം. അത്യാവശ്യം വളരെ ലെങ്തി ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു വണ്ടി എത്രത്തോളം ഹൈറ്റും വിഡ്ത്തും ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പറിനെ പറ്റി പറയുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബമ്പറാണെന്ന് തോന്നുമെങ്കിലും ഈ ഒരു വാഹനത്തിന് ഒരു മെറ്റൽ ബമ്പറാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇരുവശത്തും 2 ടോ ഹൂക്ക് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയും. പിന്നെ ഈ ഒരു വാഹനം എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷനിൽ കൂടി വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് അപ്രോച്ച് ആംഗിൾ ഒരു 31 ഡിഗ്രി അപ്രോച്ച് ആംഗിൾ വന്നിരിക്കുന്ന ബമ്പറാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി ആ എൻജിൻ്റെ ഷീൽഡിൻ്റെ അകത്തോട്ട് തന്നെ ഫുൾ ഒരു ഡാഷ് പ്ലേറ്റ് കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ട്രയൽസ് പോകുമ്പോഴും നമുക്ക് എൻജിൻ കമ്പോണൻസിനോ ഗിയർ ബോക്സിനൊന്നും പെട്ടെന്നൊരു ഇമ്പാക്റ്റും പറ്റത്തില്ല. ഇനി നമുക്ക് ഈ ഒരു മോഡലിലെ എൻജിൻ റൂമൊക്കെ ഒന്ന് നോക്കാം. ഹൈഡ്രോളിക് സ്റ്റഡിലാണ് ബോണറ്റിൻ്റെ മൗണ്ടിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്പൺ ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു മോഡലിലെ എൻജിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു വാഹനത്തിന് ഒരു 4 സിലിണ്ടർ പെട്രോൾ ടർബോ ചാർജ്ഡ് എൻജിനാണ് വന്നിരിക്കുന്നത്. ഒരു ഡബിൾ ഓവർ ഹെഡ് ക്യാമും അതുപോലെ തന്നെ ഒരു സിലിണ്ടർ ഹെഡിൻ്റെ ടോപ്പിലായിട്ട് 4 വാൽവ്, അങ്ങനെ 16 വാൽവ് വന്നിരിക്കുന്ന ഒരു പെട്രോൾ എൻജിനാണ്. ഒരു 2.7 ലിറ്റർ ആണെന്ന് കരുതി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഒരു 3 ടൺ ഹോഴ്സ് പവർ, ഒരു 5600 RPM, അതുപോലെ തന്നെ ഒരു 480 Nm ടോർക്ക്, ഒരു 3000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വളരെ പവർഫുള്ളും അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു 3 എൻജിൻ ഓപ്ഷൻസും സിൽവറാഡോയ്ക്ക് അവൈലബിൾ ആണ്. ഒരു 5.7 ലിറ്റർ V8 എഞ്ചിന്, അതുപോലെ തന്നെ ഒരു 6.2 ലിറ്റർ V8 ടിൻ ടർബോ ഡീസൽ എഞ്ചിന് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ആൾട്ടർനേറ്റർ വന്നിരിക്കുന്ന ഒരു 220 ആംപിയർ ആൾട്ടർനേറ്ററാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ പവർ സപ്ലൈക്കുള്ള ഒരു സെറ്റപ്പ് എല്ലാം ഈ ഒരു വാഹനത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻജിൻ റൂം എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതിൽ ചെറിയൊരു സംശയമുണ്ട്. കാര്യം അത്രത്തോളം ഉയർന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എൻജിൻ ബേ എല്ലാം വന്നിരിക്കുന്നത്. എനിക്ക് ഞാൻ എത്തി വലിഞ്ഞാൽ ഇതിൻ്റെ അങ്ങോട്ടൊന്നും എത്തിപ്പിടിക്കാൻ പോലും പറ്റത്തില്ല. അത്രത്തോളം ലെങ്ത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമിന് വന്നിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ടോപ്പിലായിട്ട് തന്നെ ആ ഒരു AC ഫിറ്റിങ്ങിൻ്റെ ആ ഒരു പൈപ്പുകളെല്ലാം പോയിരിക്കുന്നു എന്ന് പറയാം. ടോപ്പിലായിട്ട് തന്നെ എൻജിൻ ടോപ്പിലായിട്ട് വന്നിരിക്കുന്ന ഒരു ഷീൽഡിൽ ഒരു ടർബോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലേബലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇൻസുലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് ഹോളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ എന്നെപ്പോലെ പൊക്കം കുറഞ്ഞവർക്ക് ഇത് ക്ലോസ് ചെയ്യാനത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് ആ ബോണറ്റും ക്ലോസ് ചെയ്യാൻ പറ്റും. സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഏതാണ്ട് എൻ്റെ ഹൈറ്റോളം ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റിന് ഹൈറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ടയർ സൈസിലോട്ട് നോക്കുമ്പോൾ ഒരു 33 ഇഞ്ചിൻ്റെ ടയറും 17 ഇഞ്ചിൻ്റെ ബീഡ് ലോക്ക് അലോയ്സും ആണ് ഈ ഒരു മോഡൽ ആഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ ഒരു വാഹനത്തിന് ഒരു 17 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷന് ഈ ഒരു മോഡലിൽ അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഓഫ് റോഡിനെല്ലാം പറ്റിയൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ് വന്നിരിക്കുന്നത്. ഫെൻഡറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ടേൺ ഇൻഡിക്കേഷൻ ഉള്ള ഒരു ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷനിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത്. അത്യാവശ്യം വളരെ വലിയൊരു സൈഡ് മിറർ തന്നെ
ഇതിൽ വന്നിരിക്കുന്നു എന്ന് പറയാം. ഏതാണ്ട് ഒരു ഹാഫ് കൈയോളം ലെങ്ത് വന്നിട്ടുണ്ട് ഈ ഒരു സൈഡ് മിററിന്. ഇത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു വാഹനമായതുകൊണ്ട് അത്രത്തോളം വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ഇത്രയും വലിയൊരു സൈഡ് മിറർ കൊടുത്തിരിക്കുന്നത്. ഈ വശത്തായിട്ട് ഒരു ആന്റിന കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ഡോറിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ട് ഡോറിന് അത്യാവശ്യം വളരെ വലിയ ലെങ്ത് വന്നിരിക്കുന്നു എന്ന് പറയും. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തില്ല. ഒരു ഫെദർ ടച്ചിൽ തന്നെ അത് ക്ലോസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് റോയുടെ ക്യാബിന്റെ ഡോർ ആയാലും ഫ്രണ്ട് ഡോറിനേക്കാൾ ഒരു നേർ പകുതിയേ ഉള്ളെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗ്ലാസ് ഏരിയയിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന് സ്റ്റോക്ക് ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തിന് കയറാൻ വേണ്ടി ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫുഡ് സ്റ്റെപ്പാണ് ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ആ ഫുഡ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഹൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റും. ഗ്ലാസ് ഏരിയ ഇപ്പോൾ ഈ ഒരു മോഡലിന് ടിൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു തേർഡ് സെക്ഷനിൽ ബെഡ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. ഈ ബെഡ് ഏരിയ തന്നെ രണ്ട് സൈസിൽ ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ലോങ് വീൽ ബേസ് ഉള്ള ഒരു വെർഷനാണ്. ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ടയർ സൈസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ലീഫ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വെന്റിലേറ്റഡ് ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 4x4 എന്ന് വന്നിരിക്കുന്ന ഒരു ലേബലിംഗ് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ മാരകമായ ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് പിന്നിലും വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ബാക്ക് ടെയിൽ ഗേറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഷെവർലെറ്റിന്റെ ആ ഒരു ബാഡ്ജിങ് ആണ്. അതിനൊരു റെഡ് കളർ കോമ്പിനേഷൻ കൂടി കൊടുത്തിരിക്കുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് പെയിന്റിൽ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വന്നതുപോലെ തന്നെ ഒരു മെറ്റൽ ബമ്പറാണ് ഈ ഒരു വാഹനത്തിന് പിന്നിലും വന്നിരിക്കുന്നത്. അതിന്റെ ടോപ്പിലായിട്ടുള്ള നമുക്കൊരു റബ്ബർ ഇൻസേർട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ വശത്തായിട്ട് സിൽവർ ആഡോ എന്ന് വന്നിരിക്കുന്ന ഒരു ബാഡ്ജിങ്, അതിന് തൊട്ട് താഴെയായിട്ട് ഷെവർലെറ്റ് GMC ക്വാളിറ്റിയുടെ ഒരു ലേബലിംഗ് കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ടെയിലാമിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വളരെ വലിയ രീതിയിൽ തന്നെയാണ് ടെയിലാമിന്റെ എല്ലാം ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു മോഡലിലെ ബാക്ക് ടെയിൽ ഗേറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ തൊട്ട് രണ്ട് വശത്തായിട്ട് ക്യാമറ കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന്. റിവേഴ്സ് ക്യാമറ, ഒന്ന് 360 ക്യാമറയുടെ കൂടെ ഒരു മൊഡ്യൂൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഒരു റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സിമ്പിളായിട്ട് ഈ ഒരു ബാക്ക് ഡോർ ഓപ്പൺ ആവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഹൈഡ്രോളിക് സ്റ്റഡ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വന്ന് താഴെ വീണ് അങ്ങനെ ഒരു ഇതില്ല. ഒരു ചെറിയൊരു സ്ലോ മോഷനിലാണ് അതൊന്ന് ഓപ്പൺ ആവുന്നത്. ഇവിടെ ആയിട്ട് രണ്ട് റോപ്പിൽ കൂടി അതൊന്ന് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ബെഡിലോട്ട് കയറാൻ വളരെ കൺവീനിയൻ്റ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കയറാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ ബമ്പറിന്റെ ഈ വശത്തായിട്ട് ഇങ്ങനെ അകത്തോട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് നമുക്ക് പിടിക്കാൻ പരുവത്തിനുള്ളൊരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചവിട്ടി ഇതിന്റെ ബാക്ക് ബെഡിലോട്ട് കയറാൻ പറ്റുന്നതാണ്. ബെഡിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡായിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഇവിടെ ആയിട്ട് നമുക്ക് വീൽ ആർച്ചിങ്ങിന് പോലും അത്യാവശ്യം വളരെ വലിയ ഹൈറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ രണ്ട് വശത്തായിട്ട് നമുക്കിവിടെ LED ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഒരുപാട് ടോ ഹൂക്കിനുള്ള ഒരു സെറ്റപ്പ് കൂടി ആ ബെഡിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ബെഡ് ലൈനർ ഇതിന്റെ ടോപ്പിലായിട്ടുണ്ട്. അതിൽ തന്നെ ആ ഷെവർലെറ്റിന്റെ ലോഗോ എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ബെഡിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലിഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇത് ഓപ്പൺ ചെയ്തത്. സിമ്പിളായിട്ട് ഒരു കൈ വെച്ച് തന്നെ എനിക്ക് അനായാസമായിട്ട് ആ ബെഡ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഷെവർലെറ്റിന്റെ കൂടെ ആ ഒരു പഞ്ചിങ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ബെഡാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതിന്റെ ടോപ്പിലായിട്ട് അവിടെ നമുക്കൊരു അത്യാവശ്യം വളരെ വലിയൊരു സ്റ്റോപ്പ് ലാമ്പ് കൂടി ആ ഒരു ഗ്ലാസ് ഏരിയയുടെ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അത്രത്തോളം ഹൈറ്റ് ഉണ്ടെങ്കിൽ കയറാനും ഇറങ്ങാനും എല്ലാം അത്യാവശ്യം കൺവീനിയൻ്റ് ആണ്. ഈ ഒരു മോഡലിന്റെ സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു മോഡലിന് ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു ക്രൂയിസ് കൺട്രോളിനുള്ള ഒരു സെറ്റപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നു എന്ന് പറയും. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിന്റെ എല്ലാ കൺട്രോൾസിന്റെ പൊസിഷൻ ഇവിടെ ആയിട്ടാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ അത്യാവശ്യം വളരെ വലിയ ഡയലുകളായിട്ടാണ് എല്ലാ ഇൻഫർമേഷനും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ആപ്പിംഗ് ഗേജും ഇപ്പുറത്തായിട്ട് സ്പീഡോമീറ്റർ, അതിന് തൊട്ട് താഴെയിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സെൻട്രലായിട്ട് തന്നെ ഒരു TFT ഡിസ്പ്ലേ കൂടി വന്നിരിക്കുന്നു എന്ന് പറയും. ഇവിടെ തന്നെ നമുക്ക് 2 വീൽ ഡ്രൈവും ഇതിനുള്ളൊരു ഇൻഡിക്കേഷൻ, ഇവിടെ ഗിയർ പൊസിഷനുള്ളൊരു സെറ്റപ്പ് കൂടി എല്ലാം കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വശത്തായിട്ട് ഓയിൽ പ്രഷറിനുള്ളൊരു ഗേജ്, ഇവിടെ ആയിട്ട് ടെമ്പറേച്ചറിന്റെ ഗേജ്, ഇതിന് തൊട്ട് സൈഡിലായിട്ട് ഫ്യൂൽ ഗേജ്, ഇപ്പുറത്തായിട്ട് ബാറ്ററിയുടെ ആംബിയർ അറിയാനുള്ളൊരു ഗേജ് കൂടി വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഈ വശത്തായിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ഡിഫറൻഷ്യൽ ലോക്കും
അതുപോലെ തന്നെ ടോയിങ്ങിനുള്ള സെറ്റപ്പിനുള്ള സ്വിച്ചുകൾ വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. സെൻട്രൽ കൺസോളിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ സെറ്റിങ്ങും വന്നിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനുള്ളൊരു സ്വിച്ചും ഇവിടെ ആയിട്ട് നമുക്ക് ബാക്ക് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സെറ്റപ്പും പിന്നെ ഹസാർഡ് ലൈറ്റും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിനുള്ള ഓൺ ഓഫ് സ്വിച്ചും ഓട്ടോ ഓൺ ഓഫിനുള്ള ഒരു സ്വിച്ചുകളുടെ എല്ലാം പൊസിഷനാണ് ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൻ്റെ ആ ഒരു കോപ്പാസിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 2 ഗ്ലോ ബോക്സിനുള്ളൊരു പ്രൊവിഷൻ വന്നിട്ടുണ്ടായിരുന്നു. സൺബ്ലൈൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു വാനിറ്റി മിററിനുള്ള ഒരു സെറ്റപ്പ് കൂടി വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് റീഡിംഗ് ലാമ്പിനുള്ള 2 പ്രൊവിഷനും ഇവിടെ ആയിട്ട് SOS ബട്ടണും അതുപോലെ തന്നെ ഡോർ ലോക്കിനുള്ള ഒരു സെറ്റപ്പിനുള്ളൊരു പൊസിഷനും കൂടി ഈ വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു മോഡലിൽ സെക്കൻഡ് റോ ഒക്കെ നോക്കാം. ഫ്രണ്ടിൽ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു ഡോർ പാഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസിനുള്ളൊരു സെറ്റപ്പ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. അത്യാവശ്യം വളരെ വലിയൊരു സ്പീക്കർ ഗ്രില്ല് കൂടി കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഒരു 3 പേർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിലിരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ സെൻട്രലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഹെഡ്രസ്റ്റിനുള്ള ഒരു സെറ്റപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് 2 റീഡിംഗ് ലാമ്പ് കൂടി വന്നിട്ടുണ്ട്. സെൻട്രൽ ടണലിൽ ഹൈറ്റ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ 2 AC വെൻ്റ് കൂടി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെക്കൻഡ് റോയിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സീറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസിനുള്ളൊരു പ്രൊവിഷൻ കൂടി ഈ ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെക്കൻഡ് റോ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള വണ്ടികളുടെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ.